50 ആളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രല്ലേ ഉള്ളൂ. 150 പേരെ കൊണ്ട് ഞാൻ പിടിക്കാം. അപ്പൊ അത് കേട്ടോ. എന്താടാ പാര? അവരെന്നെ അടിച്ചു. അടിച്ചോ? ജോലിയാക്കാൻ ഞാൻ നമ്മുടെ വാൾക്കൊക്കെ പൊട്ടിക്കാൻ ചെന്നതാണ്. നീ അവരുടെ തല്ലു മേടിച്ചു. എനിക്കില്ല നിന്റെ കയ്യിൽ കഥാരിക്കായി കുറെ ഇടത്ത് കുത്തിക്കൊണ്ടിട്ട് പോയാൽ ഇതേതായാലും കുറച്ചിലായിപ്പോയി. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആപത്തൊന്നും ഉണ്ടാക്കരുത്. എന്റെ ആളിനെല്ലാം മാത്രം ഈ നാട്ടിലായി മറന്നിട്ട് പ്രചരണത്തിന് വരുന്നില്ല സാർ. നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് നിന്നത് കാരണം ഇനി ഞാൻ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒന്നുമില്ല. തോന്നിയതിന്റെ ആ പ്രസ്താവന കണ്ടത് കാരണമായിരിക്കണം ജോണി ഇങ്ങനെയൊക്കെ പറയുന്നത്. അവനൊരു മനുഷ്യനല്ലേ സാറേ? ഇങ്ങനെ ഒരു പ്രസ്താവന അടിച്ചിറക്കിയാൽ അവൻ പിന്നെ മനുഷ്യരുടെ മുഖത്തെങ്ങനെ നോക്കും? ഇത് തിരഞ്ഞെടുപ്പാണ്. എതിരാളികൾ എല്ലാവിധ അപവാദങ്ങളും നുണകളും പ്രചരിപ്പിക്കും. നാം അതെല്ലാം കേട്ട് കേട്ട് തളമ്പിച്ചു നോക്കിയേ പറ്റൂ സാറേ. എന്റെ ജീവിതത്തിൽ ഇതെല്ലാം ആദ്യ അനുഭവങ്ങളാണ്. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത്ര ഭയങ്കരമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിന്നില്ലയോ മോനെ, നീ കൂടെ ചെല്ലും. എനിക്ക് പുറത്തിറങ്ങാൻ മടിവിട്ടത്. അത് സാരമില്ല ജോണി, നമുക്ക് കുറച്ച് വീടുകളിൽ കൂടി പോകാനാണ്. ഞാൻ മറ്റുള്ളവരെ കൂടി വിളിച്ചു വരാം. അവൻ വരെ സാറേ, സാർ പോയിട്ട് വാ. ശരി. അന്യജാതിയാണെങ്കിലും ആ സാർ എന്തുമാത്രം കഷ്ടപ്പാടാണ് നമുക്ക് വേണ്ടി സഹിക്കുന്നത്. സ്വജാതിയെ ഉണ്ടായിരുന്ന കാലമാണ് എരപ്പാളി. അല്ലേ നിങ്ങൾ ചന്തയ്ക്ക് പോകുന്ന പറഞ്ഞ് ഇതേ പോയില്ലേ? ഇതുങ്ങളെ കൊണ്ട് പോയി വിൽക്കാൻ മനസ്സ് വരുന്നില്ല അറിയാമോ എന്ന് പറഞ്ഞ് രൂപ ഇല്ലാതെ പറ്റുമോ? ദിവസം എത്ര രൂപയാ പോയി തള്ളുന്നത്? കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തന്നെ 2 എരുമ ഉണ്ടായിരുന്നതിനെ പെട്ടാപ്പെട്ട വിലയ്ക്ക് കൊണ്ടുപോയി. എന്നിട്ടും വല്ല അന്തമാണ്. ചെലവോട് ചെലവ്. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരു മുടിഞ്ഞ കളിയാണ് തെരഞ്ഞെടുപ്പെന്ന് ഞാനറിഞ്ഞില്ല കേട്ടോ. നടക്കട്ടെ നടക്കട്ടെ, നിന്റെ വാശി തന്നെ നടക്കട്ടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഞാനിവിടെ വെറുതെ കുത്തിയിരിക്കല്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ആദ്യം കയറുന്നത് ആരാ? എങ്ങനെ ആവട്ടെ, എല്ലാം വിറ്റ് മുടിച്ചേക്കാം. ഇങ്ങനൊരു ദുരിതം ഇനി ആർക്കും പറ്റരുത്. വാങ്ങോ. എന്താ എന്താ ജോലിക്കായിട്ട് എനിക്ക് കത്തുന്നു. കത്തോ? നീ ഏതാ ഉണ്ണി? ഞാനിവിടെ അടുത്തുള്ളതാണ്. ശരി വയ്ക്കൂ. മോനെ ജോണി, നിനക്കൊരു എഴുത. എനിക്ക് അവളോടൊന്ന് ചോദിക്കണം. ഏത് പറയക്കൂടിയാണ് എന്റെ മോൻ പൊളിച്ചത്? അമ്മച്ചി വേണ്ട അമ്മച്ചി, അമ്മച്ചി പറഞ്ഞതൊന്നും പോലെ. എനിക്ക് ആ വേലത്തോടൊന്ന് ചോദിക്കണം. അമ്മച്ചി, സാറാണ് നിരപരാധി. ഈ കത്ത് വായിച്ചു. കുറച്ചു മുമ്പ് അമ്മച്ചി കൊണ്ടുവന്ന കത്താണ്. ഇതാരുടെ കത്താണ്? വായിച്ചു. എനിക്ക് വേണ്ടി തോന്നാടൻ അച്ചടിച്ചിറച്ചുള്ള പ്രസ്താവന വായിച്ചിരിക്കുമല്ലോ. ഞാൻ നിരപരാധിയാണ് ജോണി. ജോണി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുകയില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആരെല്ലാം എന്തെല്ലാം അപവാദങ്ങൾ പ്രചരിപ്പിച്ചാലും ജോണി നിരാശനായി പിന്നോട്ട് പോകരുത്. വിജയം ജോണിയുടേതാണ്. അപ്പോഴാ നോട്ടീസ് ഇറക്കിയത് അവളല്ലേ മോനെ? ഇന്നോളം ഞാൻ പ്രചരണത്തിനൊന്നും പോയിട്ടില്ല. പക്ഷേ അപ്പച്ചന്റെ നിർബന്ധം കൊണ്ട് ഇന്ന് പോകാതെ നിവർത്തിയില്ല. എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് അപേക്ഷ. ചിന്നമ്മയ്ക്കും അമ്മച്ചിക്കും അപ്പച്ചനും എല്ലാം സുഖമെന്ന് കരുതുന്നു. വിജയം നേർന്നുകൊണ്ട് ചതിക്കപ്പെട്ട സാറാണ്. കർത്താവ് ഇവൾ എത്ര നല്ലവളായിരുന്നു. വേലത്തി പെണ്ണാണേലും അവള് മഹത്വമുള്ളവളാവുന്നേ. സുഹൃത്തുക്കളെ, ഇത്രയും സംസാരിച്ചതിൽ നിന്നും ഒരു പരാമർശം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണ് മഹിള? എന്താണ് മഹിള? മഹിള എന്ന് പറഞ്ഞാൽ ലലന, അംഗന അഥവാ പെണ്ണ്. പ്രപഞ്ചത്തിന്റെ ഭ്രമണത്തിൽ ഇന്ന്
എന്റെ രഹപ്രസംഗം ഞാൻ ഉപസംഹരിച്ചു. നീ സോഡ വേണ്ട. അടുത്ത ഐറ്റം നമ്മുടെ സ്ഥാനാർത്ഥി കുമാരി താരാമ്മയുടെ പ്രസംഗമാണ്. ആയതിലേക്ക് ഞാനത് പിടിച്ചു. എനിക്ക് പ്രസംഗിച്ച് പരിചയമില്ല. എന്തു പറയണമെന്ന് എനിക്കറിയാം. ഒരു പാട്ട് പാടിയാൽ മതി. എന്ത് ചെയ്യാൻ? മീറ്റിംഗ് കൂടാതെ സമ്മതിക്കരുത്. മിസ്റ്റർ സോമ്യാണ്, നിങ്ങൾ ആ ബുദ്ധിമാനാണ്. നിങ്ങളുടെ മീറ്റിംഗിൽ ഞാൻ കല്ലെറിഞ്ഞു വന്ന് നിങ്ങൾക്ക് പ്രതികരണം നടത്തണം. അത്ര വലിയ ഉള്ളൂ. നിങ്ങൾ പ്രതികരണം ചെയ്തോളൂ. ഈ നാട്ടുകാർക്ക് എന്നെ പറ്റി നല്ല വേണം അറിയാം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കെല്ലാം ബോധ്യമായി കാണുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇവിടെ നടക്കുന്ന അപഹാസ്യമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ ഒരു ചെറിയ ഇപ്പോൾ കണ്ടത്. പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കുരുത്തു വന്നതോ ആകാശത്ത് നിന്ന് കൊട്ടി വീണതോ അല്ല. ആയിരക്കണക്കിന് ധീര ദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബലിപീഠത്തിൽ തങ്ങളുടെ പ്രാണം നാശൂതി ചെയ്ത് നേടിയെടുത്ത വിശുദ്ധമായ ഒരു മനുഷ്യാവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം. അത് കല്ലിനും കാശിനും വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നത് ഭാവി തലമുറയോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഇന്നിവിടെ നടക്കുന്നതിനെ കുറിച്ചെല്ലാം പറയാൻ പോലും നാം വെച്ചിക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ വിരലെണ്ണാൻ മാത്രം പോരുന്ന കുറെ പ്രധാനികളും കുറെ പണക്കാരും ചേർന്ന് നമ്മുടെ ജന്മാവകാശമായ പ്രായപൂർത്തി വോട്ടവകാശത്തെ അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പന്താടുകയാണ്. അവർക്ക് വേണ്ടി, അവരുടെ താല്പര്യത്തിന് വേണ്ടി നാം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത നിലയാണ് വന്നിട്ടുള്ളത്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ പ്രായപൂർത്തി വോട്ടവകാശം? ഇതാണോ അഭിപ്രായ സ്വാതന്ത്ര്യം? പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള മൗലികാവകാശം നമ്മുടെ ഭരണഘടനയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ജന്മാവകാശത്തെ ചോദ്യം ചെയ്യുന്ന ശക്തി എത്ര വലുതായാലും അതിനെതിരായുള്ള സമരത്തിന് എന്ത് വില കൊടുത്താലും നിരാശരായി പിന്മാറാതെ ആ തലച്ച് മുന്നോട്ട് പോകേണ്ടത് മഹത്തായ സ്വാതന്ത്ര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ നമ്മുടെ കടമ മാത്രമാണ്. നമുക്ക് പ്രാണവായു പോലെ അത്യന്താപേക്ഷിതമായ പൗരാവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഈ വിശുദ്ധ സമരത്തിൽ ജാതിയും മതവും ബന്ധുത്വവും രാഷ്ട്രീയവും ഒന്നും തന്നെ വിലങ്ങുതടിയായി നിന്നുകൂടാ. പ്രലോഭനങ്ങളുടെയും പ്രിയണങ്ങളുടെയും മുന്നിൽ തലകുനിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അടിമത്വമെടുത്ത് ശിരസിനണിയുന്നതിന് തുല്യമാണെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നും ആര് തോക്കണമെന്നും നിങ്ങൾ തീരുമാനിക്കുക. എനിക്കതിനെപ്പറ്റി ഒന്നും പറയുവാനില്ല. പൗരസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഞാൻ ഇത്രയും സംസാരിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നമസ്കാരം.